ഹായ് ഫ്രണ്ട്സ്, വളരെയധികം നിരാശപ്പെടുത്തിയ GDP ഡാറ്റ അത് ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റിനെ പിടിച്ചെടുക്കുമെന്നാണ് പൊതുവെ എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് നിഫ്റ്റി മുന്നോട്ടേക്ക് കുതിക്കുകയാണ് ഉണ്ടായത്. ഏകദേശം 0.59% ഒരു അപ്സൈഡ് മൂവാണ് നിഫ്റ്റിയിലുണ്ടായത്. അപ്പോൾ ഇന്ന് ക്ലോസ് ചെയ്തത് 24,274 എന്നുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലെവലിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ മറ്റൊരു പ്രത്യേകത, ഇത്രയധികം നെഗറ്റീവ് ന്യൂസുകൾ ഉണ്ടായിട്ടും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ സെല്ലിംഗ് ഇന്ന് വെറും 238 കോടിയിൽ ഒതുങ്ങി നിന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതിനൊരിക്കലും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. നമുക്കറിയാം GDP ഡാറ്റ അത് മാർക്കറ്റിനെ വലിയൊരു ക്രാഷിലേക്ക് കൊണ്ടുപോകില്ല എന്ന് പൊതുവെ എല്ലാവരും മനസ്സിലാക്കിയിരുന്നു. കാരണം നമുക്കറിയാം Q2 ഏർണിങ്സ് കമ്പനികളുടെ വളരെ മോശമായിരുന്നു. സ്വാഭാവികമായിട്ടും GDP ഇതേപോലെ വരുമെന്ന് മുമ്പേ തന്നെ ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിച്ചതുകൊണ്ട് അപ്പോൾ ആ ഒരു ക്രാഷ് മുമ്പേ തന്നെ നടന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഇനി ഒരു ക്രാഷ് ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ പൊതുവെ മാർക്കറ്റ് പോസിറ്റീവ് ആയിരുന്നു. എന്നാൽ മറ്റ് ന്യൂസുകളുടെ കാര്യത്തിൽ നമുക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓട്ടോ സെയിൽസിൻ്റെ ഡാറ്റ വന്നിട്ടുണ്ട്. അത് അത്ര മോശമല്ലാത്ത ഒരു ഡാറ്റ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. വലിയൊരു മൂവ് ഇല്ലെങ്കിലും അവിടെ വലിയൊരു ക്രാഷിനുള്ള സാധ്യത ഇല്ലാതാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ സെക്ടോറൽ ഇൻഡെക്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി റിയാലിറ്റി ആണ് ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏകദേശം 3% കൂടുതലുള്ള ഒരു റാലി അതിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ടറിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു ഹൗസിംഗ് പ്രോപ്പർട്ടി സ്വന്തമായിട്ട് വാങ്ങുക എന്നുള്ളത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഇൻഫ്ലേഷൻ കാരണം ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ അവരുടെ എല്ലാവിധത്തിലുള്ള ലക്ഷൂറിയസ് എക്സ്പെൻസുകളും കൺസ്യൂമർ ഡിസ്ക്രിഷണറി എക്സ്പെൻസുകളൊക്കെ കുറച്ചുകൊണ്ട് ഈ ഇൻഫ്ലേഷനെതിരെ പൊരുതി നിൽക്കുകയാണ്. അവർ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഹൗസിംഗ് സെഗ്മെന്റിലുള്ള പ്രോപ്പർട്ടികൾ വാങ്ങുക എന്നുള്ളത് സാധാരണ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ആളുകൾക്ക് പറ്റാത്ത ഒരു കാര്യമായിട്ടാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ റിച്ചസ്റ്റ് ആയിട്ടുള്ള 1% അവരാണ് കൂടുതലായിട്ട് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ആ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഇന്ത്യയുടെ ഏകദേശം 40% വെൽത്ത് അക്യുമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അവരാണ് ഈ റിയൽ എസ്റ്റേറ്റിനെ മൂവ് ചെയ്യിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ ഒരു 1% റിച്ച് ക്ലാസ്സിന് എത്രമാത്രം ഈ ഒരു റിയൽ എസ്റ്റേറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് വളരെയധികം സംശയം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഈ ഹോം പ്രൈസസ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഡാറ്റകൾ കാണിക്കുന്നത്. കഴിഞ്ഞ വർഷം അത് 4.3% ഒരു വളർച്ചയാണ് ഹോം പ്രൈസിൽ ഉണ്ടായിട്ടുള്ളത്. പ്രധാനപ്പെട്ട മേജർ സിറ്റികൾ നോക്കുകയാണെങ്കിൽ ഈ വർഷം അത് 7% വർദ്ധിച്ചതായിട്ടാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 2025 അത് 6.5% ആയിട്ട് ഉയരുമെന്നും 2026 അത് 7.5% ആയിട്ടുള്ള ഒരു പ്രൈസ് ഇൻക്രീസ് ഈ ഹൗസിംഗ് സെഗ്മെന്റിൽ ഉണ്ടാവുമെന്നുമാണ് കണക്കൂട്ടുന്നത്. ഇതുകൂടാതെ മറ്റൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത് റെന്റ് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വീടുകളുടെ റെന്റ് അതിൻ്റെ വർധനവ് ഈ ഹൗസിംഗ് പ്രൈസിനേക്കാൾ കൂടുതലായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 7.5% മുതൽ 10% വരെ റെന്റ് ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ സാധാരണ ജനവിഭാഗം അവർ ഹൗസ് സ്വന്തമായിട്ട് ഓൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ കൂടുതലായിട്ട് റെൻറ്റഡ് ബിൽഡിങ്ങുകളെ ആശ്രയിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ലക്ഷൂറിയസ് ക്ലാസ് ആയിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികൾ ഓൺ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റിലുള്ള ഒരു ബൂം നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള റെൻറ്റഡ് പ്രോപ്പർട്ടികൾ ഓൺ ചെയ്യുന്നതോടുകൂടി നല്ല തോതിലുള്ള റെൻ്റൽ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു അസംഷനിലാണ് ആ ഒരു റിച്ചസ്റ്റ് ക്ലാസ് കൂടുതലായിട്ട് ലക്ഷൂറിയസ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റുകളും അതേപോലെ ഹൗസിംഗ് പ്രൊജക്റ്റുകളും ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് റിയൽ എസ്റ്റേറ്റിലുള്ള ചെറിയൊരു അപ്സൈഡ് മൂവ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇനി ഈ ഒരു ഡിസംബറിൽ അല്ലെങ്കിൽ അടുത്ത കാലത്തൊന്നും ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല എന്നൊരു കാര്യം റിയൽ എസ്റ്റേറ്റിന് പോസിറ്റീവായിട്ടാണ് വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാത്തിടത്തോളം കാലം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഹൗസിംഗ് ലോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻട്രസ്റ്റ് വളരെയധികം ഇപ്പോൾ കൂടുതലാണ്. അപ്പോൾ അത് താഴോട്ടേക്ക് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു അഫോർഡബിൾ ഹൗസിംഗ് ഓൺ ചെയ്യുക എന്നുള്ളത് വളരെ ദുഷ്കരമായ കാര്യമാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം
ഇൻഫ്ലേഷൻ കാരണമാണ്. കാരണം ഇൻഫ്ലേഷൻ റേറ്റ് നമ്മൾ കാണുന്നത് പോലെയല്ല അതിൻ്റെ ഭീകരമായ അവസ്ഥയിലാണ് അർബൻ സിറ്റികളിലുള്ളത്. ആവറേജ് ഇൻഫ്ലേഷൻ റേറ്റ് 6% 7% എന്ന് നമ്മൾ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അത് 10% മുകളിലാണ് മെട്രോ സിറ്റികളിലും അതുപോലെ അർബൻ ഏരിയകളിലൊക്കെ അനുഭവപ്പെടുന്നത് എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. സ്വാഭാവികമായിട്ട് ഈ ഒരു അവസ്ഥയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ ഇൻഫ്ലേഷൻ 10 മടങ്ങ് വർദ്ധിക്കാനേ സാധ്യതയുള്ളൂ. സ്വാഭാവികമായിട്ട് RBI അത്തരമൊരു സാഹസത്തിന് ഇപ്പോൾ മുതിരില്ല എന്ന് ഏകദേശം എല്ലാവരും അനുമാനിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ റെൻ്റൽ ബിൽഡിങ്ങുകളിലേക്ക് കൂടുതലായിട്ട് ആളുകൾ ചേക്കേറാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് റിയൽ എസ്റ്റേറ്റിൽ ഇപ്പോഴത്തെ ഈ ഭൂമിയിലുള്ള കാരണമായിട്ട് കാണുന്ന ഒരു കാര്യം. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റി സെക്ടോറൽ ഇൻഡെക്സിൽ നമുക്ക് കാണാൻ കഴിയും ഈ റിയാലിറ്റി സ്റ്റോക്കുകൾ 3% അപ്സൈഡ് മൂവ് നടത്തി. അതായത് റിയാലിറ്റി ഇൻഡെക്സിൽ 3% അപ്സൈഡ് മൂവ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകളിൽ 7 സ്റ്റോക്കുകളും ഇന്ന് അഡ്വാൻസ് ചെയ്തതായിട്ട് കാണാം. ഏറ്റവും വലിയ മൂവ് അടുത്തുള്ള ഗോദ്രേജ് പ്രോപ്പർട്ടീസിലാണ് 4% അപ്സൈഡ് മൂവ് ഉണ്ട്. അതുപോലെ ഒബ്റോയ് റിയാലിറ്റി, ഫിനിക്സ് മിൽസ്, DLF, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, ലോധ പോലെയുള്ള ലീഡിംഗ് റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകൾ നല്ല രീതിയിലാണ് മുന്നോട്ടേക്ക് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ വാല്യുവേഷൻ വളരെയധികം ഹൈ ആയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഏറ്റവും അധികം മാർക്കറ്റ് ക്യാപ്പുള്ള DLF എന്ന് പറയുന്ന സ്റ്റോക്കിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇപ്പോൾ കറണ്ട് പ്രൈസ് 849 രൂപയാണ്. അതിൻ്റെ PE റേഷ്യോ ഇപ്പോൾ 58 എന്ന ലെവലിലാണ് കാണാൻ കഴിയുക. ഇൻഡസ്ട്രി PE ഏകദേശം 33 എന്ന റേഞ്ചിൽ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ PE ഇത്രയധികം ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ DLF അതിൻ്റെ ക്വാർട്ടർലി റിസൾട്ടുകൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. അതിൻ്റെ സെയിൽസിലായാലും പ്രോഫിറ്റിലായാലും നല്ല ഗ്രോത്ത് കാണിച്ച ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് DLF തീർച്ചയായിട്ടും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യപ്പെടേണ്ട ഒരു സ്റ്റോക്കാണ്. അതുപോലെ മാക്രോടെക് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് അതിൻ്റെയും PE റേഷ്യോ നോക്കുകയാണെങ്കിൽ 59 എന്ന ലെവലിലാണ്. അതുപോലെ ഗോദ്രേജ് പ്രോപ്പർട്ടീസിൻ്റെ 58 ആണ്. എന്നാൽ ഇവിടെ നമുക്ക് കാണാമെങ്കിൽ ഒബറോയ് റിയൽറ്റീസിൻ്റെ PE റേഷ്യോ നമുക്ക് കാണാൻ കഴിയുന്നത് 32 എന്ന ലെവലിലാണ്. അതൊരു റീസണബിൾ ആയിട്ടുള്ളൊരു വാല്യുവേഷനിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതിപ്പോൾ അതിൻ്റെ 52 വീക്ക് ഹൈയുടെ അടുത്താണ് നിൽക്കുന്നത്. അതിൻ്റെ ഹൈയിൽ നിന്നും വെറും 0.97% മാത്രമാണ് ഇത് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് അതിൻ്റെ ഒരു ഡിപ്പിൽ എത്തുകയാണെങ്കിൽ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കണക്കാക്കാൻ പറ്റും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് അനന്തരാജാണ്. 710 രൂപ വിലയുള്ള ഈ ഒരു സ്റ്റോക്ക് അതിൻ്റെ PE റേഷ്യോ ഇപ്പോൾ ഹൈ ആണ്, 69 ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ക്വാർട്ടർലി സെയിൽസ് ആയാലും അതുപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിലായാലും വളരെയധികം പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് അനന്തരാജ് എന്ന് പറയുന്ന ഈ ഒരു റിയൽറ്റി കമ്പനി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് റൈമണ്ട്സ് ആണ്. കാരണം റൈമണ്ട്സ് ഈ അടുത്ത കാലത്താണ് അതിൻ്റെ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സും ഈ റിയാലിറ്റി ബിസിനസ്സും ഡിമേർജ് ചെയ്തത്. അപ്പോൾ ആ സ്റ്റോക്ക് ഇപ്പോൾ 25 എന്നുള്ള PE റേഷ്യോയിലാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ റൈമണ്ട്സ് റിയാലിറ്റിയിൽ വലിയൊരു മുന്നേറ്റം ഭാവിയിലുണ്ടാകും, പ്രത്യേകിച്ച് ഡിമേർജറിന് ശേഷം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ പൊതുവെ വെച്ച് പുലർത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സ് 10 സ്റ്റോക്കുകൾ അടങ്ങിയ ഈ ഒരു ഇൻഡെക്സ് അതിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു റിട്ടേൺ നോക്കുകയാണെങ്കിൽ അത് നമ്മൾ നിഫ്റ്റി 50 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 42% ഒരു റിട്ടേൺ ആണ് നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സ് നൽകിയത്. പക്ഷേ നിഫ്റ്റി 50യുടെ റിട്ടേൺ 17% മാത്രമാണ്. അതുപോലെ കഴിഞ്ഞ ഒരു മാസം നമുക്കറിയാം നിഫ്റ്റി വലിയ തോതിൽ അണ്ടർ പെർഫോം ചെയ്ത സമയത്ത് പോലും ഈ നിഫ്റ്റി റിയാലിറ്റി സെക്ടർ 7% ഒരു അപ്സൈഡ് മൂവ് കാണിച്ചു. നിഫ്റ്റി 50 അത് 1.16% അണ്ടർ പെർഫോമിംഗ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ കഴിഞ്ഞ 5 ദിവസത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി 50 ഒരു നെഗറ്റീവ് റിട്ടേൺ നൽകിയപ്പോൾ നിഫ്റ്റി റിയാലിറ്റി പോസിറ്റീവ് റിട്ടേൺ ആണ് നൽകിയതെന്നും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ റിയാലിറ്റി സെഗ്മെൻറ്റ് വളരെയധികം ലൈം ലൈറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന സൂചനകളാണ് ഇത് നൽകുന്നതെങ്കിലും അപ്പോൾ ആ ഒരു 1% വരുന്ന റിച്ചസ്റ്റ് ക്ലാസ്സിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ റിയാലിറ്റി സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകൾ നീങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ വളരെയധികം റിസ്ക് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു റിയാലിറ്റി സെഗ്മെൻറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സ് പങ്കുവെക്കുക. നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റോക്ക് ഏതാണെന്നും പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.